clear night sky, we see thousands of twinkling stars. On most nights, we also see the moon. Sometimes we can see a bright object which does not twinkle. These are planets. The word planet means wanderer. A planet is different from a star of hot gases. The Earth and the other 7 planets revolve around the sun. Planets get heat and light from the sun. Then മോളിപ്പോ അത് കഴിഞ്ഞിട്ട് ഏതാ വായിച്ചത് മോളെ? സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് വായിച്ചോ? ഇല്ലല്ലോ. ഓക്കെ, ദെൻ അതിന്റെ ബാലൻസ് അല്ലാതെ വാണ്ടർ പ്ലാനറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം എ സ്റ്റാർ, അത്രേ ഉള്ളൂ കേട്ടോ അത്. ദെൻ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് കഴിഞ്ഞിട്ടാണ് ബാക്കി അത് വരുന്നത്. നോക്കാം നമുക്ക്. When we look up at the clear night sky, we see thousands of twinkling stars. We already discussed about in our previous class. Fatima, Mehfooza, Seba, then Devapriya and Rose. Video on ചെയ്തേ ക്രിസ്റ്റി എല്ലാവരും. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ, രാത്രിയിൽ നമ്മള് സ്കൈ ആകാശത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു? ഒരുപാട് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് അവിടെ ഉണ്ടാവും. We can see lots of twinkling, thousands of twinkling stars on the sky, and we also see the moon. We know that ചന്ദ്രനും ഉണ്ടാവും നക്ഷത്രങ്ങളും ഉണ്ടാവും അല്ലേ ഇവിടെ ആകാശത്ത്. Then sometimes we can see a bright object which does not twinkle. തിളങ്ങാതെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എന്ത് കാണാൻ പറ്റും? ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവും അല്ലെ, നന്നായി തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റും കാണാൻ വേണ്ടി പറ്റും. അതെന്താണ് എന്നാണ് പറയുന്നത്? That is planet. അല്ലെ, സ്റ്റാർസ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ ട്വിങ്ക്ലിംഗ് ആയിട്ട് മിന്നുകയും തിളങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്താണ്? നല്ല ബ്രൈറ്റ് ആയിട്ട് അവിടെ കത്തി നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അതെന്താണ്? That is planet. അതിനെയാണ് നമ്മൾ എന്ത് പ്ലാനറ്റ് എന്ന് പറയുന്നത്. So a planet means wanderer. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആള് അല്ലെ, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളെയാണ് എന്ത് wanderer എന്ന് പറയുക. അപ്പൊ പ്ലാനറ്റ് എന്താണ്? അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. So that is planet. Then a planet is different from a star. ഒരു പ്ലാനറ്റും സ്റ്റാറും ഒരുപോലെയല്ല എന്നാണ് പറയുന്നത്. രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയാൻ വേണ്ടി പോകുന്നത്. സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. സെബ അതൊന്ന് വായിച്ചു മോളെ. Stars and planets. A star is a ball of hot gases. It gives out light and heat. Planets do not have heat and light of their own. They appear bright because they reflect the light of the stars. They revolve around the stars. The sun is actually a star because it gives out heat and light. It is a ball of hot gases. The earth and the other 7 planets revolve around the sun. The plants get heat and light from the sun. Okay. Then എന്താണ് അതിൽ പറയുന്നത് നോക്കാം. സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അല്ലേ. എന്തൊക്കെയാണ്? എ സ്റ്റാർ ഈസ് എ ഹ്യൂജ് ബോൾ ഓഫ് ഹോട്ട് ഗ്യാസസ്. ചൂടുള്ള ഗ്യാസിന്റെ ഒരു വലിയ ബോളാണല്ലേ, ഒരു വലിയ വെയിറ്റ് ഉള്ള നല്ല വലിയ ഒരു ബോളാണ് എന്ത്? സ്റ്റാർ അല്ലെ. നല്ല ചൂടുള്ള ഹോട്ട് ഗ്യാസസിന്റെ ചൂടുള്ള വാതകങ്ങളുടെ വലിയ ഒരു ബോളിനെയാണ് എന്ത്? സ്റ്റാർ എന്ന് നമ്മൾ പറയാ. ഇറ്റ് ഗീവ്സ് ഔട്ട് ലൈറ്റ് ആൻഡ് ഹീറ്റ്. അത് ചൂടും വെളിച്ചവും ഒക്കെ പുറത്തേക്ക് വിടും. ഏത്? ഈ ഗ്യാസ്. ഈ സ്റ്റാർ. Then planets do not have heat and light of their own.
പ്ലാനറ്റ്സിന് പക്ഷെ എന്താണ്, അതിന് സ്വന്തമായിട്ട് ലൈറ്റും ഹീറ്റും ഒന്നും ഉണ്ടാവില്ല. ദേ അപ്പിയർ ബ്രൈറ്റ് ബിക്കോസ് ദേ റിഫ്ലക്ട് ദ ലൈറ്റ് ഓഫ് ദ സ്റ്റാർസ്, ദേ റിവോൾവ് അറൌണ്ട് ദ സ്റ്റാർ. പക്ഷെ അതെപ്പോഴും ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കൂടെയുള്ള നക്ഷത്രങ്ങളുടെ ലൈറ്റ് ആണ് അല്ലേ? നക്ഷത്രങ്ങളുടെ ലൈറ്റും ഹീറ്റുമാണ് ആരെ കൂടെ അഫക്ട് ചെയ്യുന്നത്? ഈ പ്ലാനറ്റ്സിനെ കൂടെ അഫക്ട് ചെയ്യുന്നത്. സോ they revolve around the star, they always revolve around the stars. അവർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലാനറ്റ്സ് നക്ഷത്രങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? സോ അതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളുടെ ചൂടും വെളിച്ചവും ഒക്കെ എങ്ങോട്ട് വരുന്നത്? ഈ പ്ലാനറ്റ്സിലേക്ക് കൂടെ വരുന്നത്. സോ നക്ഷത്രങ്ങൾക്ക് സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും ഉണ്ട്. പക്ഷെ പ്ലാനറ്റിന് എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇല്ല. അവർ എന്ത് ചെയ്യുന്നു? ഓൾവേസ് റിവോൾവ് അറൌണ്ട് ദ സ്റ്റാർ ആണ്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് എപ്പോഴും ചൂടും വെളിച്ചവും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. Then the sun is actually a star because it gives out heat and light. സൂര്യനും എന്താണ്? ശരിക്കും ഒരു സ്റ്റാർ ആണ്, നക്ഷത്രമാണ്. അത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ചൂടും വെളിച്ചവും പുറത്തു വിടുന്നുണ്ടല്ലേ? സൺ അങ്ങനെയാണ്, എപ്പോഴും ലൈറ്റ് തരുന്നുണ്ട് അല്ലേ? വെളിച്ചം തരുന്നത് ആരാണ്? സൺ. ദെൻ എന്ത് തരുന്നുണ്ട്? ചൂടും ഉണ്ട് അല്ലേ? സോ അതുകൊണ്ട് അതൊരു സ്റ്റാർ ആണ് എന്നാ പറയുന്നത്. ദെൻ ഇറ്റ് ഇസ് എ ഹ്യൂജ് ബോൾ ഓഫ് ഹോട്ട് ഗ്യാസസ്. സൺ എന്താണ്? സ്റ്റാർ ആണ്. സ്റ്റാർ ഈസ് ഓൾവേസ് എ ഹ്യൂജ് ബോൾ ഓഫ് ഹോട്ട് ഗ്യാസസ്. സോ sun is also contain huge ball of hot gases. Then the earth and the other 7 planets revolve around the sun. ഭൂമിയും മറ്റ് 7 ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? The planets get heat and light from the sun. ഈ ഗ്രഹങ്ങൾക്കൊക്കെ വെളിച്ചവും ചൂടും കിട്ടുന്നത് എവിടുന്നാണ്? സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഈ പ്ലാനറ്റ്സിനും എന്ത് കിട്ടുന്നത്? ഹീറ്റ് ആൻഡ് ലൈറ്റ് കിട്ടുന്നത്. ദെൻ ദ സോളാർ സിസ്റ്റം. ഇനി പറയാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതൊന്ന് വായിച്ചേ അബ്ദുൾ ബാസിത്ത്. The sun and the 8 planets become to a family. Or belong. That is become or belong. Belong. Family called the solar system. The sun is the many solars. Any or main? What is that? Main. Okay. Main solars of. Main source of energy. Source. Energy in our solar in system. Our. Mercury is closest to the sun, followed by Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. The revolve around the sun in fixed paths called orbits. Then അതിന്റെ ബാക്കിയോ? ബാക്കി ഇവിടെ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. Earlier there were 9 planets. 9 planets. Pluto was the 9th planet. Pluto is no longer considered a planet. It was called a dwarf planet in 206 and a Pluto 206 ആണോ അത്? two എന്താ വായിക്കുക?
ഞാൻ എത്ര പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട് ക്ലാസ്സില് ഇല്ലേ? ഓക്കെ, ബാക്കി വായിച്ചേ. And a Plutoid in July. ജൂലൈ ആണോ അത്? June 28. 28 ആണോ അത് വായിക്ക? 28 എങ്ങനെ എഴുതുക? 28 is 28. എന്താ അത് വായിക്കുക അശ്വിൻ? 2008. ആ കേട്ടോ? അബ്ദുൽ ബാസിത്തെ കേട്ടോ? 2006 and a Plutoid in June 2008. വായിക്കാറേ ഇല്ല അല്ലെ? 2 ദിവസം വായിക്കാൻ പറഞ്ഞു, വായിച്ചു, പിന്നെ ഒന്നുമില്ല അല്ലെ അബ്ദുൽ ബാസിത്? വായിക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ദ സോളാർ സിസ്റ്റം ആൻഡ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും മീനിങ് അറിയാത്തതോ എന്തെങ്കിലും ഉണ്ടോ? എല്ലാത്തിന്റെയും മീനിങ് ഒക്കെ മനസ്സിലായോ? സെബ എല്ലാം ക്ലിയർ ആണോ? സെബ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെബ ഉണ്ടോ? ഇല്ല. Then next, satellites. സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓർബിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലിനെ ചോദിച്ചിട്ടുണ്ട്, ഓർബിറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചു. ഓർബിറ്റിന്റെ മീനിങ് ദ റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത്. നമ്മൾ പറഞ്ഞു എപ്പോഴും സൂര്യന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആര്? പ്ലാനറ്റ്സ് അല്ലെ? ഗ്രഹങ്ങള് സൂര്യനെ ചുറ്റിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ കറങ്ങുമ്പോ അവരെപ്പോഴും ഒരു ഫിക്സഡ് പാത്തിലെ കൂടാണ് കറങ്ങുക. അതായത് കൃത്യമായിട്ടൊരു വഴിയുണ്ട്, അവർക്ക് കറങ്ങാനുള്ള കൃത്യമായ ഒരു വഴിയുണ്ട്. ആ വഴിയെയാണ് ഓർബിറ്റ് എന്ന് പറയാ. ഭ്രമണപഥം, അതായത് അവർക്ക് ഭ്രമണം ചെയ്യാനുള്ള വഴി. ഭ്രമണം ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? കറങ്ങുക. ഭൂമി ഭ്രമണം ചെയ്യുന്നു പറഞ്ഞിട്ടില്ലേ? ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടില്ലേ? സോ ഭ്രമണപഥം എന്നാണ് ഓർബിറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ്. അതായത് ഈ ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴി. ഇവരെപ്പോഴും ഒരു സ്ഥലത്തേക്ക് കൂടെ തന്നെയാണ് പോവുക. അല്ലാതെ ഇന്ന് ഇതിലെ കൂടെ കറങ്ങിയിട്ട് പിന്നെ വിചാരിക്കുന്നു ആ 2 ദിവസമായി ഇതിലേ കറങ്ങുന്നു, ഇനി നാളെ വേറെ വഴിക്ക് കറങ്ങാം എന്ന് വിചാരിച്ച് കറങ്ങില്ല. കൃത്യമായിട്ട് അവർക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. അതിനെയാണ് എന്ത്? ഓർബിറ്റ്, ഭ്രമണപഥം എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് അബൌട്ട് സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് സാറ്റലൈറ്റ്? ഹേർഡ് അബൌട്ട് സാറ്റലൈറ്റ്? സാറ്റലൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരോൺ പറയാൻ വേണ്ടി പോകുന്നുണ്ട്, എബിൻ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, ആരോൺ പറഞ്ഞ എന്താണ് സാറ്റലൈറ്റ്? അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് ആരോൺ? എന്താണ്? ഉപഗ്രഹം. എന്ത് ഗ്രഹം? ഉപഗ്രഹം. എവിടുന്ന് കിട്ടിയത്? ആരാ പറഞ്ഞേ? പിന്നെ ഓക്കെ, സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ ഉപഗ്രഹം എന്നാണ് അല്ലേ? അല്ലേ എബിൻ? അത് തന്നെയല്ലേ പറയാൻ വന്നേ എബിൻ? ഓക്കെ, സാറ്റലൈറ്റ് മീൻസ് ഉപഗ്രഹം എന്നാണ്. എന്താണ് സാറ്റലൈറ്റ് എന്ന് നമുക്ക് നോക്കാം.
Satellites are small heavenly bodies that revolve around planets. Then they do not have any light of their own. Some planets have their own satellites. The moon is a natural satellite of the earth. There is no air or water on the moon. So nothing can survive on the moon. It shines as it reflects sunlight from its surface. എന്താണ് പറയാൻ വേണ്ടി പോകുന്നത്? സാറ്റലൈറ്റ് എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ്. Satellites are small heavenly bodies that revolve around planet. നമ്മൾ പറഞ്ഞു അല്ലേ, ഈ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും എപ്പോഴും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ത്? സാറ്റലൈറ്റ്സ്. ആളുകൾ മീൻസ് മനുഷ്യന്മാരല്ല, എപ്പോഴും ഗ്രഹങ്ങൾക്ക് ചുറ്റുമാണ് ഈ സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഗ്രഹങ്ങളുടെ ചുറ്റും ഇത് സാറ്റലൈറ്റ്സ് ഇങ്ങനെ ഗ്രഹങ്ങളുടെ ജൂനിയേഴ്സ് ആണല്ലേ അവര്, ഗ്രഹങ്ങളുടെ താഴെ വരുന്ന ഉപഗ്രഹങ്ങളാണ് എപ്പോഴും ഇങ്ങനെ ഈ പ്ലാനറ്റ്സിന് ചുറ്റും അവർ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ദേ ഡു നോട്ട് ഹാവ് എനി ലൈറ്റ് ഓഫ് ദെയർ ഓൺ. അവർക്ക് നമ്മൾ എന്താണ് നേരത്തെ പ്ലാനറ്റ്സിന് പറഞ്ഞ മാതിരി ഈ ഉപഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് അവരുടേതായ വെളിച്ചമൊന്നും ഇല്ല, ലൈറ്റ് ഇല്ല. Then they do not have any light of their own. Some planets have their own satellite. ചില ഗ്രഹങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ട് തന്നെ സാറ്റലൈറ്റ്സ് ഉണ്ടാവും അവിടെ. അത് ഏതൊക്കെയാണ് ഗ്രഹങ്ങൾ? The moon is a natural satellite of the earth. എർത്ത് എന്താണ്? നമ്മുടെ ഗ്രഹമാണ് അല്ലേ, നമ്മുടെ പ്ലാനറ്റ് ആണ് എന്ത്? എർത്ത്. നമ്മൾ ജീവിക്കുന്നത് എർത്തിലല്ലേ. സോ എർത്ത് ഈസ് അവർ പ്ലാനറ്റ്. നമ്മുടെ എർത്തിനുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ആര്? മൂൺ, ചന്ദ്രൻ അല്ലേ. ചില പ്ലാനറ്റ്സിന് സ്വന്തമായിട്ട് സാറ്റലൈറ്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ സാറ്റലൈറ്റ് ആണ് ആര്? ചന്ദ്രൻ. അപ്പൊ സാറ്റലൈറ്റിന് സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ രാത്രിയിൽ ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ എന്ത് കാണുന്നുണ്ട് നമ്മള്? ചെറിയൊരു ലൈറ്റ് ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മൾ നിലാവ് എന്നൊക്കെ പറയല്ലേ അതിനെ. നല്ല നിലാവുണ്ട് ഇന്ന് എന്ന് പറയാറില്ലേ ചില ആളുകള്. സോ ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോഴും ഒരു ലൈറ്റ് വരുന്നുണ്ട്. പക്ഷെ സാറ്റലൈറ്റുകൾക്ക് സ്വന്തമായിട്ട് വെളിച്ചമില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ ചന്ദ്രനുള്ള ലൈറ്റ് എവിടുന്നാ വരുന്നേ എന്നാണ് പറയുന്നത്. സോ നത്തിങ് ക്യാൻ സർവ്. ദ മൂൺ ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ് ഓൺ ദ എർത്ത്. ദർ ഈസ് നോ എയർ ഓൺ വാട്ടർ ഓൺ ദ മൂൺ. നമ്മുടെ ചന്ദ്രനിൽ എന്തില്ല? വെള്ളമോ വായുവോ ഒന്നുമില്ല അല്ലെ. എന്താണ് ഈ അടുത്ത് ചന്ദ്രനിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അറിഞ്ഞോ വല്ലതും? ചന്ദ്രനിൽ വെള്ളത്തിന്റെ അംശം ഉണ്ട് എന്ന് കുറെ പേര് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ വെള്ളമില്ല, ഒന്നുമില്ല, വായുവുമില്ല, വെള്ളവുമില്ല. വായുവും വെള്ളവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? എയറില് മൂണിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ എന്താണ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോവുക അല്ലെ. ഓക്സിജൻ ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടാണ് പോവുക. കാരണം ചന്ദ്രനിൽ പോയിട്ട് എന്താണ് നമുക്ക് അവിടുന്ന് ശ്വാസം എടുക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല അല്ലെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ അവിടെയുള്ള അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അല്ലാതെ ചന്ദ്രനിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാനോ നമ്മുടെ ഭൂമിയിലെ പോലെ മരമോ ചെടിയോ ഇലയോ ഒന്നും അവിടെ ഉണ്ടാവില്ല. വായുവുമില്ല, വെള്ളവുമില്ല. ഇത് രണ്ടും ഇല്ലാത്ത ഒരു സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചന്ദ്രനിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? നോ. സോ നത്തിങ് ക്യാൻ സർവൈവ് ഓൺ ദ മൂൺ. ചന്ദ്രനിൽ എന്തില്ല? ഒന്നിനും ജീവിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ. വെള്ളവും വായുവും ഇല്ലാതെ ആർക്കും പറ്റില്ല അല്ലെ. എന്താണ്? ട്രീസിന് പറ്റില്ല, പ്ലാന്റ്സിന് പറ്റില്ല, ആനിമൽസിന് പറ്റില്ല, ഹ്യൂമൻ ബീയിങ്സിന് പറ്റില്ല. എല്ലാവർക്കും എന്ത് വേണം? വെള്ളവും വായുവും വേണം. ഇത് രണ്ടും എവിടെ ഇല്ല? ചന്ദ്രനിലില്ല. പക്ഷെ ചന്ദ്രൻ എപ്പോഴും തിളങ്ങി നിൽക്കുന്നത് നമ്മൾ കാണാമല്ലേ. ലൈറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഈ ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങുന്നത്? ചന്ദ്രൻ വരുമ്പോ ലൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? That is, it shines as it reflects the sunlight from its surface. അതിന് എന്തുണ്ട്? സൺലൈറ്റ്, സൂര്യപ്രകാശം അതിന്റെ മുകളിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ചന്ദ്രന് ലൈറ്റ് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ? ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാകാൻ? കുറച്ച്
വിഷമം ഉള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. സാറ്റലൈറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ്, ചിലപ്പോൾ കുറച്ച് വിഷമം തോന്നും അല്ലേ. ദെൻ സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സാറ്റലൈറ്റ്സ് ആർ സ്മോൾ ഹെവൻലി ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് എന്ത്, സാറ്റലൈറ്റ്, ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത്, ഉപഗ്രഹങ്ങൾ. ദെൻ ദേ ഡു നോട്ട് ഹാവ് എനി ലൈറ്റ് ഓഫ് ദെയർ ഓൺ. അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നും ഇല്ല. സം പ്ലാനറ്റ്സ് ഹാവ് ദെയർ ഓൺ സാറ്റലൈറ്റ്സ്. ചില പ്ലാനറ്റ്സിന് എന്തുണ്ടാവും, അവർക്ക് സ്വന്തമായിട്ട് സാറ്റലൈറ്റുകൾ ഉണ്ടാവും. ദ മൂൺ ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ചന്ദ്രനാണ് ആര്, ഭൂമിയുടെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്. ഭൂമിയുടെ സാറ്റലൈറ്റ് ആണ് ആര്, ചന്ദ്രൻ. ദെൻ സോ നത്തിങ് ക്യാൻ there is no air or water on the moon. ചന്ദ്രനിൽ എന്തില്ല, വെള്ളവും വായുവും ഒന്നും ഇല്ല. സോ നത്തിങ് ക്യാൻ സർവൈവ് ഓൺ ദ മൂൺ. അതുകൊണ്ട് തന്നെ എന്ത്, ഒന്നിനും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, ചന്ദ്രനിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. ദെൻ ഇറ്റ് ഷൈൻസ് ആസ് ഇറ്റ്സ് റിഫ്ലക്ട് സൺലൈറ്റ് ഫ്രം ഇറ്റ്സ് സർഫേസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ചന്ദ്രന് ലൈറ്റ് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ്, ഈ സൺലൈറ്റ് അതിൻ്റെ അടിയിൽ വന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് ചന്ദ്രൻ ഇങ്ങനെ ലൈറ്റ് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ, മനസ്സിലായോ? ഓക്കെ, ദെൻ അതൊന്ന് വായിച്ചു മോളെ അൽന. വിളിക്കാട്ടോ ഷിൻ. Satellites are small heavenly bodies that revolve around planets. They do not have any light of their own. Some planets have their own satellites. The moon is a natural satellite of the earth. There is no air or water on the moon, so nothing can survive on the moon. It shines as it reflects sunlight from its surface. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ ദ എർത്ത്. ഇനി നമ്മൾ ഭൂമിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അവർ പ്ലാനറ്റ്, എർത്ത് ആണ് നമ്മുടെ പ്ലാനറ്റ്. ദെൻ അതൊന്ന് വായിച്ചേ അശ്വിൻ, പാരഗ്രാഫ് ഒന്ന് വായിച്ചേ, നമുക്ക് നോക്കാം. വായിച്ചിട്ടൊന്ന് പറഞ്ഞു പോവാം. Earth is a beautiful planet. It has a land and water, mountain and valleys, hills and plains. It has a flower and people. However, it has not always been like this. It was born as a rogue ball of dust and hot gases. The ball kept on spinning. As it spun, its outer surface grew cold and hard. Some gases escaped while some were trapped inside. Today the earth is like half-boiled egg. Its outer surface is hard, but deep inside it has hot molten material. The outermost layer of the earth is called crust. It is soiled. Below the crust is a thick layer of rock called mantle. The innermost layer of the earth is called the core, which has very high temperature. The core is divided into the inner core and the outer core. The inner core is a ball of hot solid metal. The outer core is the ball of thick liquid metal. Deep beneath the crust there is a reservoir of molten rock and magma. Sometimes this magma is forced up to ഓക്കെ മോനെ അശ്വിൻ, മതി മോനെ, the surface. മതി. ദെൻ ബാക്കി ആരോൺ ഒന്ന് വായിച്ചേ. ആരോൺ, അതിന്റെ ബാക്കി. The surface of the earth is a liquid through cracks
and weak point, it is called lava. This forms a volcano. The Earth is a special planet. It is the only planet in the solar system with life on it. If Earth were nearer to the sun, then it actually it would have been too hot on Earth to support life. If it were further away, it would have been too cold. Surrounding the Earth is a thick blanket of air called the atmosphere. The atmosphere has oxygen which is necessary for the survival of plants, animals, and human beings. This has made life possible on Earth. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് എർത്തിനെ കുറിച്ചാണ്. അത് ഒരുപാടുണ്ട്, കുറേ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് എർത്തിനെ കുറിച്ച് പറയാൻ. ദെൻ ദ എർത്ത് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്. വി നോ ദാറ്റ് അല്ലേ, നമുക്കറിയാം നമ്മുടെ എർത്ത് എന്താണ്. നമ്മുടെ ഭൂമി വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. ഇവിടെ എന്തൊക്കെ ഉണ്ട്? പുഴകളുണ്ട് അല്ലേ, പുഴയുണ്ട്, കടലുണ്ട്, മരങ്ങളുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷികളൊക്കെ ഉണ്ട്. ദേവാഞ്ജനയുടെ അടുത്ത കൂടെ ആരാ പമ്മി വരുന്നത്? ആരാണ് ദേവാഞ്ജന? അപ്പൊ നമ്മള് പറഞ്ഞത് എന്താണ്? നമ്മുടെ എർത്തിനെ കുറിച്ചാണ്. നമ്മുടെ എർത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഇവിടെ എന്തുണ്ട്? ആളുകൾ താമസിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വാട്ടർ, എയർ അല്ലേ. ദെൻ നമ്മൾ എല്ലാവരും എന്താണ്, വീടൊക്കെ കെട്ടി നല്ല ജോളിയായിട്ട് ഭൂമിയിൽ താമസിക്കുന്നില്ലേ. ഇതുപോലെ ചന്ദ്രനിലൊക്കെ പറ്റുമോ? നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇവിടെ, എല്ലാ തരത്തിലുള്ള ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ലൈഫ് നല്ല സൂപ്പറായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അല്ലേ ഭൂമിയിൽ. സോ ബിക്കോസ് ദ എർത്ത് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്. ദെൻ ഇറ്റ് ഹാസ് ലാൻഡ് ആൻഡ് വാട്ടർ. ഭൂമിയിൽ എന്തുണ്ട്? കരയും കടലും ഉണ്ടല്ലേ, കരയും വെള്ളവും ഒക്കെ ഉണ്ട്. ദെൻ മൗണ്ടെയിൻസ് ആൻഡ് വാലീസ്, പർവ്വതങ്ങളും താഴ്വരകളും ഒക്കെ ഉണ്ട്. ഹിൽസ് ആൻഡ് പ്ലെയിൻസ്, കുന്നുണ്ട്, ദെൻ പരന്ന സ്ഥലവും ഉണ്ടല്ലേ. ദെൻ ഇറ്റ് ഹാസ് ഫ്ലവേഴ്സ് ആൻഡ് പീപ്പിൾ, പൂക്കളുണ്ട്, ആളുകളുണ്ട് അല്ലേ, പീപ്പിളും ഉണ്ട്. ദെൻ ഹൗവർ ഇറ്റ് ഹാസ് നോട്ട് ഓൾവേസ് ബീൻ ലൈക്ക് ദീസ്. എല്ലാ സമയത്തും ഇതുപോലെ ആയിരുന്നില്ല ഭൂമി അല്ലേ. ഇറ്റ് വാസ് ബോൺ ആസ് എ ഹ്യൂജ് ബോൾ ഓഫ് കേൾക്കുന്നില്ല. ദ എർത്ത് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ് അല്ലേ. ഭൂമി എന്താണ്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ്. ഇറ്റ് ഹാസ് ലാൻഡ് ആൻഡ് വാട്ടർ, ഇവിടെ വെള്ളമുണ്ട്, കരയുണ്ട്, എന്താണ്, മൗണ്ടെയിൻസും വാലീസും ഹിൽസും പ്ലെയിൻസും ഫ്ലവേഴ്സും പീപ്പിൾസും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ ഭൂമി ആദ്യ നാളുകളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്താണ് ഭൂമിയുടെ ബോൺ ആൻഡ് ദെൻ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇനി വരുന്ന പോർഷൻസിൽ പറയാനുള്ളത്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നമ്മുടെ ടൈം ഏകദേശം ഫിനിഷ് ആവുകയാണ്.
പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടി പറ്റില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ കഴിഞ്ഞതൊക്കെ വായിച്ച് നന്നായി നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. ഇനി ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. ദെൻ ഇനി എർത്ത് തൊട്ടാണ് എടുക്കുക. സോ അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. എന്താണ് മോളെ കൃപ? ഒന്നുമില്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. എന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ദെൻ ബാക്കിയുള്ളതൊക്കെ വായിച്ച് എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കിയിട്ട് വേണം വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് തുടങ്ങുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് എർത്ത് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം എല്ലാം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ലാസ്റ്റ് നമുക്ക് എർത്ത് ഒരു ക്ലാസ്സിൽ തന്നെ ഫിനിഷ് ചെയ്യണം, ഒറ്റ ക്ലാസ്സിൽ. ഇല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടില്ല. സോ then see you in the next class. Then okay, bye, let me wind up. Okay, bye.